നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്നത്. 3 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഈ നാട്ടിൽ ഇന്നും മോചിതരായിട്ടില്ല. കണ്ണിൽ കണ്ട കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ മറക്കാൻ കഴിയാത്തതുമാണെന്ന് അഞ്ചൽ കൂട്ടക്കൊലക്കേസിൽ ആദ്യം വീട്ടിലെത്തിയ അയൽവാസിയായ ഏറം സ്വദേശി TP രാജു പറയുന്നു. അലേമൺ രജനി വിലാസത്തിൽ രഞ്ജിനി, ഇവരുടെ 17 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ എന്നിവരെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് രാജു കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. രഞ്ജിനിയുടെ മാതാവ് ശാന്തമ്മയുടെ നിലവിളി കേട്ട് ആദ്യം ഓടിയെത്തിയത് രാജുവായിരുന്നു. വന്നപ്പോൾ കാണുന്ന കാഴ്ച കസേരയിലിരുന്ന് പിന്നിലേക്ക് മറിഞ്ഞ നിലയിൽ ചോരയിൽ കുളിച്ച രഞ്ജിനിയെയും അടുത്ത മുറിയിൽ ചോരയിൽ മുങ്ങിയ നിലയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടേതുമാണെന്ന് 18 വർഷം കഴിയുമ്പോഴും കൃത്യമായി രാജു ഓർക്കുന്നു. അമ്പരന്ന താൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നീട് ഇതുവഴി പോയ നാട്ടുകാരെയും അയൽവാസികളെയും അറിയിച്ചു. കൊലപാതകം നടന്ന വാടക വീടിന്റെ ഉടമയെയും ഉടൻ വിവരം അറിയിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ ഉൾപ്പെടെ തടിച്ചുകൂടിയെന്നും രാജു ഓർത്തെടുത്തു പറയുന്നു. ഒരു 9 മണി ആയി കാണും രാവിലെ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ ഭയങ്കര നിലവിളി. ഞാൻ അവിടെ വന്ന് ചോദിച്ചു എന്തോന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വാടകയ്ക്കാൻ ചോദിച്ചിട്ട് സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. അവരെനിക്കറിയത്തില്ല. നോക്കിയപ്പോൾ ഒരു നിലവിളി. ഞാൻ വന്ന് നോക്കിയപ്പം ഒരു സ്ത്രീ ഇവിടെ കവന്നിടന്ന് നിലവിളിക്കുന്നു. നെഞ്ചത്തടിച്ച് നിലവിളി പടിവാതൊക്കെ. ഞാൻ എന്തോ കാര്യമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു പോയി നോക്ക് മകളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ജനലിൽ കൂടെ നോക്കിയപ്പം കസേരയിൽ നിന്ന് മറിഞ്ഞ് കിടക്കുന്ന ഒരു സ്ത്രീയും തൊട്ടടുത്ത മുറിയിൽ 2 കുഞ്ഞുങ്ങളും കഴുത്തറുത്ത് കിടക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായിപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാനതിനെ എന്തോ വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് അതിലെ വഴിയെ പോയവരെയൊക്കെ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ ഇതിൻ്റെ ഉടയനെ വിളിച്ചു പറഞ്ഞു. ഈ വസ്തുവിൻ്റെ ഉടയനെ അപ്പുറത്ത് ടെലിഫോണുണ്ട്. അവിടെ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ടത് നടപടി ചെയ്യാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് ജനമെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഇപ്പോഴത്തെ CPO റാങ്കിലുള്ള ഒരാളാണ്. അദ്ദേഹം ഇവിടെ വന്നു. സിവിൽ ഡ്രസ്സിലാണ്. അദ്ദേഹം പറഞ്ഞു സബ് ഇൻസ്പെക്ടറും ആരും അവിടെ ചാർജിലുള്ള ആരും ഇല്ല, അടൂരങ്ങാണ്ട് കോൺഫറൻസിനെങ്ങാണ്ട് പോയേക്കാണ്. കഴിഞ്ഞ ദിവസം അഞ്ചൽ കൂട്ടക്കൊലക്കേസിൽ ഒളിവിലായിരുന്ന അലേമൺ സ്വദേശി ദിവിൽകുമാർ, കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരെ പിടികൂടിയെന്ന വാർത്ത പുറത്തു വന്നതോടെ ആൾതാമസമില്ലാത്ത ഏറത്തെ ഈ വീട്ടിൽ മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും വലിയ കൂട്ടമായിരുന്നു കണ്ടത്. രഞ്ജിനിക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രതി ദിവിൽകുമാറിനെതിരെ നിയമ നടപടി ആരംഭിക്കാൻ ആവശ്യമായ സഹായം ചെയ്ത പൊതുപ്രവർത്തകൻ തോയിത്തല മോഹനൻ, അന്നത്തെ വാർഡംഗം ഏറം സന്തോഷ് എന്നിവരും ഞെട്ടലോടെ അന്നത്തെ ക്രൂരകൃത്യം വിവരിച്ചു. അത് അദൃശ്യരായി ദിവിൽകുമാർ നിൽക്കുകയും രാജേഷ് ഞങ്ങൾക്ക് ആർക്കും അറിയാവുന്ന ആളല്ലല്ലോ. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ SITയിൽ അഡ്മിറ്റ് ചെയ്ത് വീട്ടിൽ പോകുന്നതിന് ശേഷം ഈ രാജേഷ് കുമാർ ഈ ശാന്തമ്മയും മകളുമായി അടുപ്പം പുലർത്തുകയും സ്നേഹം കാണിക്കുകയും രാജേഷിൻ്റെ സഹോദരി അവിടെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റും ചോക്ലേറ്റ് വാങ്ങി SIT ആശുപത്രിയിലെല്ലാം വിതരണം ചെയ്ത് ഇവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ദിവിൽകുമാറുമായി സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ചെയ്യാം, കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വിശ്വാസ്യത എടുക്കുകയാണ് ചെയ്തത്. അവരുടെ ഒരു ഗുഡ് ബുക്കിൽ വരികയാണ് ആദ്യം രാജേഷ് ചെയ്തത്. പിന്നീട് ഈ ശാന്തമ്മ നമ്മളെ വിളിക്കുകയോ ഇങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഈ രാജേഷ് കണ്ണൂർ സ്വദേശിയായ സൈനികൻ രാജേഷ് അവരുടെ എല്ലാ സഹായത്തിനും നിൽക്കുകയാണ്. പോലീസും എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നാട്ടുകാരും തള്ളയും മാത്രമേ ഉള്ളൂ, കുറച്ച് പേരും പരിസരവാസികളേ ഉള്ളൂ. കതവ് തുറന്ന് അകത്ത് കയറുമ്പോൾ കാണുന്നത് ഈ രഞ്ജിനി എന്ന് പറയുന്ന സ്ത്രീ കഴുത്തറ്റ് അവിടെ കിടക്കുന്നു. അകത്ത് മുറിയിൽ കൊച്ചുങ്ങളിങ്ങനെ കഴുത്തറ്റ് ഇങ്ങനെ ഇറംഭരിച്ച നിലയിലുമാണ് മൃതദേഹങ്ങൾ കാണപ്പെടുന്നത്. ആണ് സംഭവമായി ആദ്യം കാണുന്ന രംഗം. അന്ന് അഞ്ചൽ കേസ് അന്വേഷിക്കുന്ന അഞ്ചൽ ലോക്കൽ പോലീസിലെ CI ഷാനവാസ് എന്ന് പറഞ്ഞ CI ആയിരുന്നു. അദ്ദേഹത്തിന് നേരത്തെ ഒരു അന്വേഷണം നടത്തി. അന്ന് പിന്നെ ഈ പ്രദേശവാസികളെല്ലാം ഒരുപാട് ആക്ഷൻ സമരസമിതികളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി പ്രതിയുടെ രേഖാചിത്രങ്ങളൊക്കെ തയ്യാറാക്കി ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് എന്തായാലും കേസിൻ്റെ പ്രാരംഭം ലോക്കൽ പോലീസ് തന്നെ പ്രാരംഭത്തിൽ പ്രതികളെ തിരിച്ചറിയുന്നുണ്ട്. അത് ഈ മേശപ്പുറത്ത് RC ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉള്ളൂരുള്ള ഒരു വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഏജൻസിയാണെന്ന്. അപ്പോൾ ആ ഏജൻസി ഇങ്ങനെയുള്ള ബൈക്ക് ചെന്നിരുന്നു. പുള്ളിയുടെ ബന്ധു തിരുവനന്തപുരത്ത് തന്നെ ശ്രീകണ്ഠേശ്വരത്തുണ്ടെന്നും
അങ്ങനെ ശ്രീകണ്ഠേശ്വരത്ത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ കണ്ണൂർ സ്വദേശിയുടെ പട്ടാളക്കാരുടെ ബന്ധു നാട്ടിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നും അറിയാൻ അങ്ങനെയാണ് ഈ ദിപിൽ കുമാറിലേക്ക് ഈ കേസ് എത്തുന്നത്. അങ്ങനെ പ്രതി രണ്ടുപേരും അബ്സ്കോണ്ടിങ് ആയിരുന്നു. അതിനുശേഷം കേസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ഇത് ക്രൈംബ്രാഞ്ച് കേസ് അമ്മ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഒടുവിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ പിന്നെ ഹൈക്കോടതിയെ സമീപിച്ച് കേസ് CBIക്ക് വിടുന്നു. നാടും നാട്ടുകാരുമൊക്കെ മറന്നു തുടങ്ങിയ പുതിയ തലമുറയ്ക്ക് കാര്യമായി അറിവില്ലാത്ത കേസിൽ പ്രതികൾ പിടിയിലായതിന്റെ ആശ്വാസത്തിലാണ് അഞ്ചൽ ഗ്രാമം. പ്രതികളെ തെളിവെടുപ്പിനുൾപ്പെടെ എത്തിക്കുമെന്ന പ്രതീക്ഷയും നാട്ടുകാർ പങ്കുവെക്കുന്നു. മുൻ സൈനികരായിരുന്ന പ്രതികൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ വിവാഹം കഴിച്ച് കുടുംബസമേതം പോണ്ടിച്ചേരിയിൽ കഴിഞ്ഞു വരവേ CBI ചെന്നൈ യൂണിറ്റ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരം CBIക്ക് കൈമാറിയത് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗമായിരുന്നു. നാട്ടുവാർത്ത, അഞ്ചൽ.